നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ മനസ്സിലാവും എന്തെങ്കിലും ഞാൻ സോഷ്യൽ റെലവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി അഫക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറയാൻ വന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ പേഴ്സണലി അല്ല, സോഷ്യലിയാണ്. കിച്ചൺ വീഡിയോസിൻ്റെ കൂടെ ഞാനതൊക്കെ പറഞ്ഞു പോകത്തുള്ളായിരുന്നു, പക്ഷേ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് താമസം എടുക്കും. അത് കാരണം ഞാൻ ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇപ്പോൾ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അത് എൻ്റെ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ റിലേഷൻഷിപ്പുകളുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ അതായത് മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേറെ റിലേഷൻഷിപ്പുകൾ, അതായത് അതിൻ്റെ മലയാളം വാക്ക് ഞാൻ പറയുന്നില്ല, മറ്റുള്ള റിലേഷൻഷിപ്പുകൾ കൂടുതലാണ്. അതായത് മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്, മാരീഡ് അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് റെലവൻ്റ് അല്ല. റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്നാണ് നമ്മൾ ആരോട് ചോദിച്ചാലും അവർ പറയുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ പുറത്തോട്ടിറങ്ങി നിങ്ങൾ സഹകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനത്തെ റിലേഷൻഷിപ്പുകൾ ഉണ്ടെന്ന്. അതിൻ്റെ ഒരു പരിണാമ ഫലമായിട്ടാണ് നമ്മളൊരു കാര്യം കാണുന്നത്. ഇപ്പോഴത്തെ ന്യൂസ് പേപ്പറിൽ സ്ഥിരമായിട്ട് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, ബാഗിലാക്കി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റായിട്ടൊക്കെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നത്, ഭാര്യയ്ക്ക് ഒന്നെങ്കിൽ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, കെയറില്ല, കാര്യങ്ങളില്ല, അത് കാരണം ഞാൻ മറ്റൊരു ഓപ്ഷൻ തേടിപ്പോയി. പിന്നെ രണ്ടാമത് ഭാര്യ പറയുന്ന റീസൺ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മദ്യപിച്ച് വരുന്ന ഭർത്താവാണ്, അദ്ദേഹത്തിന് എന്നെ കേൾക്കാനോ കാണാനോ ഒന്നും സമയമില്ല, ഫ്രണ്ട്സ് സർക്കിളുമായിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ബിസിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള ഭാര്യമാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മാന്യമായൊരു ഡിസിഷൻ ഡിവേഴ്സ് എന്നുള്ളതാണ്. പിന്നെ പല ഭാര്യമാരും അത് ഓപ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ്. നമ്മൾ സൊസൈറ്റിയെ പേടിച്ചിട്ട് ഒരു ടോക്സിക് ആയിട്ട് റിലേഷനിൽ നിൽക്കുന്നതിൽ ഭേദം ഡിവേഴ്സ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭർത്താവിനെ വെച്ചുകൊണ്ട് അതായത് നമ്മൾ മറ്റൊരു വ്യക്തിയിലെ നമ്മളുടെ കെയറും സ്നേഹവും ഒക്കെ തേടി പോകുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളെ ഈ ഒരു വ്യക്തി ഈ ഒരു പ്രശ്നത്തിന് പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും ചിന്തിക്കത്തില്ല. പലരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തമാശയ്ക്കായിട്ടാണ് എല്ലാവരും ഇങ്ങനത്തുള്ള റിലേഷൻഷിപ്പുകൾ തുടങ്ങുന്നത്. ചോദിക്കുന്നവരെല്ലാം പറയുന്നത് ജസ്റ്റ് ഫോർ ഫൺ, അത്രയേ ഉള്ളൂ, അത്രയേ ആ റിലേഷൻഷിപ്പിന് ആഴമുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളിവരെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് ഈ എതിർ നിൽക്കുന്ന എക്സാമ്പിൾ പുരുഷൻ, ഇവർ തമ്മിൽ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഫിസിക്കൽ റിലേഷൻഷിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് വിളിക്കാത്ത രീതിയിലുള്ള ചീത്തയാക്കി ഈ കാമുകൻ ഇവരെ വിളിക്കുന്നത്. പിന്നെ കൂടാത്തതിനൊരു ഡയലോഗും കൂടെ കാണാം, നീ അവനെ വഞ്ചിച്ചിട്ട് എൻ്റെ കൂടെ വന്നതില്ലേ, നീ ഇനി എന്നെ വഞ്ചിക്കത്തില്ലെന്ന് എന്തുറപ്പുണ്ട് എന്നൊരു ഡയലോഗും കൂടെ. സ്ഥിരമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ സ്ഥിരമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ അവളോട് പറയും, പുല്ല് നിനക്ക് കളഞ്ഞിട്ട് പൊക്കൂടെ, നിനക്ക് ഹസ്ബൻഡ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം നിനക്ക് വന്ന് നിനക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് നിനക്ക് കൺഫ്യൂസ് ചെയ്ത് നിനക്ക് ബാക്ക് ടു നിൻ്റെ ലൈഫിലേക്ക് നിനക്ക് കയറിക്കൂടെ. പക്ഷേ അവൾ ഈ ഒരു സ്നേഹം, അതായത് ഈ കാമുകം കൊടുക്കുന്ന സ്നേഹത്തെ അവൾ എന്തോ വലിയ നിധി കണക്കാണ് കണ്ടത്. ഇപ്പോഴും അവൾ കാണുന്നത് അത്രയും വലിയൊരു നിധി കണക്കാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുവരാൻ തയ്യാറല്ല. തിരിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ പുരുഷന്മാർ പറയുന്നത് ജോലിയുടെ ഭാരവും സ്ട്രെസ്സും ഒക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തമാശയ്ക്ക് തുടങ്ങിയ റിലേഷൻഷിപ്പാണ്, അല്ലാതെ വേറൊന്നുമില്ല. അല്ലാതെ നിന്നെ ചതിക്കണമെന്നോ എടുക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയ റിലേഷൻഷിപ്പ് അല്ലെന്ന് പുരുഷന്മാർ പറയുന്നു. ഞാൻ അവരോടൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സ്ട്രെസ്സും ടെൻഷനും കൊണ്ടുവന്ന് വെക്കുന്നത് വലിയൊരു പ്രശ്നത്തിൻ്റെ പുറത്തോട്ടാണ്. ആ പ്രശ്നം നിങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ്സും ടെൻഷനും വരുന്നുണ്ട്? ഈ കാമുകി എന്ന് പറയുന്നിടത്തോട്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഭാര്യയിൽ നിന്ന് കാമുകി മറച്ചു വയ്ക്കേണ്ട ആവശ്യം നിങ്ങളുടേതാണോ? അപ്പോൾ നിങ്ങൾ അവിടെ ആ കാമുകി ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾ ഓരോ വട്ടവും വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോണൊന്ന് താത്തു വയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കാമുകിയുടെയും കാമുകൻ്റെയും കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർ ഫോണൊന്നും താത്തു വയ്ക്കത്തില്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും അവർ ഫോൺ കൊണ്ടുപോകും. കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ആരെങ്കിലും പിടിച്ചാലോ. പിന്നെ ചിലരുണ്ട് പബ്ലിക്കായിട്ട് റിലേഷൻഷിപ്പുകൾ ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ വളരെ കോമൺ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ പബ്ലിക്കായിട്ടാണ് ആ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട റിലവൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരതിൽ നാണക്കേട് കാണുന്നില്ല. നാണക്കേട് അവർ പറയുന്നത് അത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു ഫ്രണ്ട്ഷിപ്പാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഓക്കെ, ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾക്കൊരു 3-4 വർഷം ഒരാണിനെയോ ഒരു പെണ്ണിനെയോ സ്ഥിരമായിട്ട് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ലിസ്റ്റിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ പറയും. നമുക്കാർക്കും അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തെ ഒരു സർക്കിൾ കിട്ടിയിട്ടില്ല.
അത് കാരണമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് ആ ലക്കിയസ്റ്റ് പേഴ്സൺ ഞാൻ പറയുമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിന് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വിസമ്മതിക്കും. ആർക്കും ഇഷ്ടമല്ല. തിരിച്ച് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഷെയർ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലരുടെ ഒരു മാനസിക വൈകല്യമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അവർ പണത്തിന് വേണ്ടിയിട്ട് ഭാര്യ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു ചില കൺസെപ്റ്റിൽ ആൾക്കാരുണ്ട്. തിരിച്ചും സ്ത്രീകളിലും അങ്ങനെ ഉണ്ട് കേട്ടോ. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത് ഈ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന പാർട്ട്ണറെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നൊരു പ്രശ്നമെന്ന് ചോദിച്ചാൽ, പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ആ ഒരു ആൾക്ക് ആ ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ആ കുട്ടി ലൈഫിലേക്ക് അവൾ അവനെ വിശ്വസിച്ച് മാത്രം വന്ന ആളാണ്. അവനാണ് അവളുടെ ലോകം. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്ക് വിളിച്ചിരുത്തി പറയാനൊരു കാര്യമില്ല. പറയുമ്പോൾ നമ്മൾ അവളെ സമാധാനിപ്പിച്ചല്ലോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവളെ സമാധാനിപ്പിച്ച് പറയുമ്പോൾ അവൾക്ക് അതിലേറെ വിഷമമാവുകയാണ്. ആസ് നമ്മളൊരു കൗൺസിലർ എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അവളെ സമാധാനിപ്പിച്ചു, നിൻ്റെ ഭാഗത്തല്ല തെറ്റ്, നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് ഇരട്ടിയാണ് വിഷമം വരുന്നത്. അപ്പോൾ അവൾ കരുതും, ഞാൻ ഇതിലിട്ട് ഇത്രയും കടിച്ച് പിടിച്ച് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടും എനിക്ക് കിട്ടുന്നത് ഈ ഒരു നെഗ്ലക്റ്റ്, അതായത് ഒരു നെഗ്ലക്ഷനാണ്. പിന്നെ അപ്പം അവൾക്കൊരു റിഗ്രഷൻ തോന്നി തുടങ്ങും ലൈഫിലോട്ട്. പിന്നെ ചില ആൾക്കാരുണ്ട്, ഇനി എത്രയൊക്കെ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചാലും അവർ നന്നാവത്തില്ല. ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കത്തില്ല, അവർക്കൊരു 3-4 റിലേഷൻഷിപ്പൊക്കെ കാണും. അങ്ങനെയുള്ള ആൾക്കാരൊന്നും നമുക്കത് നേരെയാക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തികളെ നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തോന്നണം. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു കാര്യം തോന്നി ചെയ്യുന്നതും മറ്റൊരാൾ പറഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമാണ്. എന്ത് കാര്യമായാലും മറ്റൊരാൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അതൊരു കമ്പൽ ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് അത്ര ഒരു ആത്മാർത്ഥത വരുത്തുള്ളൂ. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ 100% അതിനകത്തിടും. കാര്യം എനിക്കത് വേണം, അത് ഞാൻ ചെയ്യും എന്നുള്ളൊരു 100% അതിനകത്തിടും. ഇപ്പോൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പുകളായാലും ചിലപ്പോൾ ഭർത്താവ് ഇവരെ ചീത്ത വിളിച്ച് ഇവർക്കത് പ്രശ്നമായിരിക്കും. ഇവർ അപ്പോഴേ കംപ്ലൈൻറ്റ് പറയൂ, നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോന്ന്. പക്ഷേ ഈ കാമുകം വിളിക്കുന്ന ചീത്തയും പറയുന്ന വാക്കുകൾ ഇവരെ ഒരുപാട് ഹേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ തമാശയെന്ന് പറയുന്നത് നിങ്ങൾ നിയന്ത്രിക്കും, നിങ്ങൾ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും, ഇന്നടുത്ത് വെച്ച് ഞാൻ ആ റിലേഷൻഷിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇടും എന്ന് പറയുന്ന വ്യക്തികൾക്ക് ആ റിലേഷൻഷിപ്പിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു റിലേഷനിൽ പെട്ടുപോയി. അതാണ് പറയുന്നത് ശരിക്കും പെടൽ എന്ന്. ഈ ഓരോ റിലേഷൻഷിപ്പിലും അവിഹിതത്തിലും സംഭവിക്കുന്ന കാര്യം ഇതാണ്. അവസാനം ഇവർ ഈ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഇവർക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാറായ മക്കളുള്ള സ്ത്രീകൾ വരെ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ആവാറുണ്ട്. അവർ ഇപ്പം മക്കളുടെ കല്യാണത്തിൻ്റെ തലേന്ന് നിൽക്കുക അമ്മമാർ, ഞാൻ പോകും, ഞാൻ ഒളിച്ചോടും, എനിക്ക് മറ്റേ പുള്ളിക്കാരനില്ലാതെ പറ്റത്തില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മളെ സൊസൈറ്റിയുടെ ഒരു പോക്കൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര വൃത്തികെട്ടൊരു ചിന്താഗതിയിലേക്കാണ് ഒരു റിലേഷൻഷിപ്പ് ഒരമ്മയെ കൊണ്ട് എത്തിക്കുന്നത്. മോളുടെ കല്യാണം പിറ്റേ ദിവസം തലേന്ന് അമ്മ ഒളിച്ചോടാൻ നിൽക്കണം. അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ പാസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് കേട്ട് കണ്ടും കേട്ടും വരുന്ന കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പുകൾ തമാശയ്ക്ക് തുടങ്ങുന്ന ആൾക്കാർ, നിങ്ങൾ തമാശയ്ക്ക് അത് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുക. ഇന്നടുത്ത് വെച്ച് ഞാൻ നിർത്തും എന്നുള്ളതാണെങ്കിൽ നിർത്തിയിരിക്കണം. അത് പിന്നെയും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ആണ്, നിങ്ങൾ പെട്ടു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്ന് നൂന്ന് വരാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആദ്യം സംസാരിക്കും. എല്ലാ റിലേഷൻഷിപ്പിലുള്ളതാണ്. ആദ്യം തമ്മിത്താൻ അവർ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് ഇവർക്ക് പരസ്പരം കാണണമെന്നുള്ളതാവും. കണ്ടു കഴിയുമ്പം അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കാവും. അത് 1 അല്ല 2 അല്ല, അതിങ്ങനെ വീട്ടുകാരെയും നാട്ടുകാരെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ പറ്റിച്ച് ഇവരിങ്ങനെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് എന്ത് പറ്റും, ഈ റിലേഷൻ കൂടുതൽ കാഠിന്യത്തിലേക്ക് എത്തും. പിന്നീട് ഇവർ തമ്മിൽ എന്തൊക്കെ അടിയിട്ടാലും പ്രശ്നങ്ങൾ വന്നാലും ഇവർ റീയൂണിയൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷേ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം വരുന്നതെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കുന്നത് വളരെ വിരളമാണ്. നമ്മൾ ഭർത്താവ് ഫൈൻ, നമുക്ക് ആ ഒരു ബോണ്ട് മീൻസ് എന്നെ താലികെട്ടി എൻ്റെ ഭർത്താവ്, അത് മീൻസ് നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളൊരിക്കലും ആ ഒരു ഭർത്താവിനെ ആർക്ക് ഷെയർ ചെയ്യാൻ ഒരു ഭാര്യമാരും ആഗ്രഹിക്കത്തില്ല.
പക്ഷേ മെറ്റ എടുത്താണെങ്കിൽ താലിയോ ഒരു ബന്ധനങ്ങളും അവിടെ ഇല്ല. അവിടെ സ്നേഹം മാത്രമാണ് ഇവർ കാണുന്നത്. അതിന് എന്ത് പറഞ്ഞാലും അത് സ്നേഹത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണെന്ന് മാത്രമേ ഇവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നെ അന്ന് ആ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് അല്ലെങ്കിൽ എന്നെ കേൾക്കാനുണ്ടായിരുന്ന, എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പല റിലേഷൻഷിപ്പിലും ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് എന്നെ കേൾക്കാൻ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും, ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഉള്ള വ്യക്തിയില്ലേ ഇത്? ഭർത്താവ് വന്നു കഴിഞ്ഞിട്ടല്ലേ ഈ വ്യക്തി വന്നത്? എന്നാലും ഈ രണ്ടാമത് വന്ന വ്യക്തിക്കാണ് കൂടുതൽ പ്രാധാന്യമോടെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാം എന്ന് വെച്ചാൽ ഇനി അവരുടെ ലൈഫിൽ ഇനി ഒന്നുമില്ല. അവർ തമ്മിത്താൻ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഇനി കുട്ടികളോ കാര്യങ്ങളോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധങ്ങളുമായിട്ട് മാറുന്നില്ല. അവിടെ പ്രണയം എന്ന് പറയുന്നൊരു സാധനമാണ് ഇവർക്കങ്ങ് പൂത്തൊലിഞ്ഞ് നിൽക്കുന്നത്. അല്ലാതെ ഫാമിലി ലൈഫിനെ കുറിച്ചോ ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് സൊസൈറ്റി. ഒരു സ്ത്രീയായിട്ട് ബന്ധമില്ലാത്ത പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട്. അവരെയൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. കാര്യമാണ് പല സ്ത്രീകളുമായിട്ടുള്ള ഏത് സ്ത്രീയുടെ പേരും പറഞ്ഞിട്ട് നമുക്ക് തിരുത്താൻ പറ്റും? ഒന്നും തിരുത്താൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വട്ടം നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നടക്കത്തില്ല. അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ അക്സെപ്റ്റ് ചെയ്യുന്ന വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ശരി, പിന്നീട് അവരുടെ മനസ്സിലതൊരു എന്നും അതൊരു വേദനയായിരിക്കും. കൂടുതലും പുരുഷന്മാരാണെങ്കിൽ ക്ഷമിച്ചുവിടും. പക്ഷേ സ്ത്രീകളുടെ കണ്ടീഷനിലാണെങ്കിൽ അതെപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ. പിന്നെ കൂടുതലും ഈ റിലേഷൻഷിപ്പുകൾ വരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ കുറച്ചൊന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ വളർത്താൻ തുടങ്ങുന്ന സമയങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് ബിസിയാവും. അപ്പോഴാണ് ഈ ഹസ്ബൻഡ്സ് എല്ലാം കൂടുതൽ അങ്ങനത്തെയുള്ള റിലേഷനുകളിൽ പോകുന്നത് നമ്മൾ സർവൈസിൽ കണ്ടുവരുന്നത്. എന്നാലും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരാവശ്യം എന്ന് വെച്ചാൽ അവരെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ അവർ 2 കുട്ടികളുമായിട്ടല്ല വന്നത്. നിങ്ങളുടെ കുട്ടികളാണ്. നിങ്ങളുടെ കുട്ടികളെ വളർത്തണമെങ്കിൽ അത്രയും സമയവും സാഹചര്യവും അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് സ്പേസ് കുറവായിട്ട് തരുന്നത്. ഗൈനേഴ്സ് ഒക്കെ പറയുന്നത് ആ സമയത്ത് നമ്മൾ ഹസ്ബൻഡിന് സ്പേസ് കൊടുക്കണമെന്നാണ്. ഈക്വൽ പാരൻറ്റിങ് ആണെങ്കിൽ നമുക്ക് സ്പേസ് കൊടുക്കാൻ പറ്റും. അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് ഈക്വൽ പാരൻറ്റിങ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടേത് ഈക്വൽ പാരൻറ്റിങ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് കൊടുക്കാൻ പറ്റും. ഇപ്പം പനി വന്നാലും അമ്മ തന്നെ കൊണ്ടുപോകേണ്ട പാരൻറ്റിങ് ആണെങ്കിൽ അവിടെ നമുക്ക് സ്പേസ് കൊടുക്കാനോ ഒന്നും പറയാനും എടുക്കാനോ ഇല്ല. ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കുഞ്ഞായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ റിലേഷൻഷിപ്പുകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വൻ ദുരന്തങ്ങളിലേക്കായിരിക്കും. നിങ്ങളിപ്പോൾ വെട്ടിയോ കുത്തിയോ ഒക്കെ അങ്ങ് മരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ അലക്കി വെളുപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തെ വരെ വെളുപ്പിച്ചായിരിക്കും ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ പോയവരങ്ങ് പോയി. പിന്നീട് ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ന്യൂസ് പേപ്പറിലായിരിക്കും ഇട്ട് ഇവർ അലക്കി വെളുപ്പിച്ച് വരുന്നത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇതൊക്കെ അറിയാൻ ഇടയായി കഴിഞ്ഞാൽ എത്ര മോശമാണ്. നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളങ്ങ് പോയി. ആ കുട്ടികൾക്കും ആ അപമാനഭാരം എന്നും നിൽക്കത്തില്ലേ? ഏത് കാലത്തായാലും അതൊക്കെ അവർക്ക് അപമാനഭാരമായിട്ട് തന്നെ അവരുടെ ലൈഫിൽ നിൽക്കും. ഒരിക്കലും അതൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ട്. ബാക്കി വീഡിയോ ഞാൻ പിന്നെ പറയാം.